എല്ലാ പ്രിയപ്പെട്ടവർക്കും ബിഗ് ബോസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ദിവസങ്ങളല്ലേ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന്റെ തുടക്കം എന്നാണെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവർക്ക് അറിയാമോ? 2006 ആദ്യമായിട്ട് സോണി ടിവിയിലൂടെ അർഷാദ് വാർസി എന്ന അവതാരകൻ, അർഷാദ് വാർസി പേര് ഓർത്തു വെച്ചോ, അർഷാദ് വാർസി എന്ന അവതാരകനിലൂടെ കടന്നു വന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. പിന്നീട് അടുത്ത വർഷം തന്നെ അതിന്റെ സീസൺ മാറിയിട്ട് അതിന്റെ അവതാരകനും മാറി, വാർസി മാറി. വാർസി മാറിയിട്ട് പിന്നെ വന്നത് ശില്പ ഷെട്ടിയാണ്. ശില്പ ഷെട്ടി അവതാരകയായിട്ട് വന്ന ബിഗ് ബോസ് അടിപൊളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് അവതാരകൻ പിന്നെയും മാറി. ഹിന്ദി സീസണിലാണ് ഈ പറയുന്നത്. അമിതാഭ് ബച്ചൻ കടന്നു വന്നു. ഇന്ത്യയിലെ ഹിന്ദി സീസണെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അമിതാഭ് ബച്ചൻ പിന്നെ അവതാരകനായിട്ട് കടന്നു വന്നു ബിഗ് ബോസിൽ. പക്ഷെ അമിതാഭ് ബച്ചനും പെട്ടെന്ന് മാറി. പിന്നെ വന്നത് സൽമാൻ ഖാനാണ്. ഈ ബിഗ് ബോസ് സീസൺ ഹിന്ദി പതിപ്പിൽ നമ്മൾ നിറയെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് സഞ്ജയ് ദത്ത് ഒന്ന് കടന്നു വന്നിരുന്നു. പക്ഷെ സൽമാൻ ഖാൻ തന്നെ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തെലുങ്ക് പതിപ്പിലും തമിഴ് പതിപ്പിലും ആദ്യമായിട്ട് ബിഗ് ബോസ് 2017 കടന്നു വന്നത്. പക്ഷെ മലയാളത്തിൽ കടന്നു വന്നത് 2018 ബിഗ് ബോസ് കടന്നു വന്നത്. തെലുങ്കിൽ അവതാരകനായിട്ട് മാറിയത് ജൂനിയർ NTR ആണ് ആദ്യമായിട്ട് വന്നത്. പിന്നീട് ഞാനി കടന്നു വന്നു. ജൂനിയർ NTR ഒരു വർഷം നിന്നോളൂ കേട്ടോ, ആദ്യത്തെ സീസണിൽ നിന്നോളൂ. പിന്നീട് ഞാനി വന്നു. പിന്നെയുള്ള സീസണുകളിലൊക്കെ ആയിട്ട് നാഗാർജുന എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ തമിഴിൽ ആദ്യമായിട്ട് കടന്നു വന്നത് കമലഹാസനാണ്. കമലഹാസൻ അദ്ദേഹം അടിപൊളിയായിട്ട് തന്നെ തമിഴിൽ അത് സീസൺ സൂപ്പറായിട്ട് കൊണ്ടുപോയിട്ടാ. പക്ഷെ ഈ കൊല്ലം ഈ സീസൺ കൊണ്ടുപോകുന്നത് വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതിക്ക് കൊടുത്തേക്കാണ്. ബിഗ് ബോസ് സീസൺ അവതാരകൻ ആ റോള് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കന്നഡയുടെ കാര്യം പറയണം. കന്നഡയിലെ ഈ ഇത് അവതരിപ്പിച്ച് കൊണ്ടുപോയ അവതാരകൻ സുദീപാണ്. സുദീപ് തുടക്കം മുതൽ സുദീപ് തന്നെയാണ്. സുദീപ് അടിപൊളിയായിട്ട് അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെ ബിഗ് ബോസും 2018 നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ, ഏഷ്യാനെറ്റ് അത് അവതരിപ്പിച്ചപ്പോൾ, ജിയോ ഹോട്ട്സ്റ്റാറിൽ കൂടിയൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴൊക്കെ അതിന്റെ അവതാരകനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരേ മുഖം മാത്രമാണ്. ഒരു മുഖം മാത്രം നിറഞ്ഞൊരു, ആരാന്നറിയോ? ലാലേട്ടൻ. ലാലേട്ടൻ തന്നെയാണ്, മോഹൻലാൽ തന്നെയാണ് അതിന്റെ അവതാരകൻ. മോഹൻലാലിന്റെ തുടക്ക നാളുകളിൽ, അതായത് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസണിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ നല്ലതുപോലെ വിമർശിച്ചിരുന്നു സോഷ്യൽ മീഡിയ. അദ്ദേഹം ഒച്ച വെച്ചൊന്നും പറയുന്നില്ല, അതിൽ വന്നിരിക്കുന്ന മത്സരാർത്ഥികളോട് പേടിയോടുകൂടിയാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ രീതികൾ അത്ര പോരാ, ഈ അദ്ദേഹത്തെ മാറ്റിയിട്ട് സുരേഷ് ഗോപിയെ കൊണ്ടുവരൂ, സുരേഷ് ഗോപി ആണെങ്കിൽ അത് കർശനമായിട്ട് അവരെയൊക്കെ പറഞ്ഞ് അവിടെ അടിച്ചിരുത്തും. ശരിയാണ്, മോഹൻലാൽ ചില തീരുമാനങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ വളരെ നൈസായിട്ടും വളരെ ഒരു നൈസ് മൈൻഡിൽ വലിയ വലിയ വഴക്കുകളൊന്നും പറയാത്ത രീതിയിൽ അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്ത് പോവുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ രീതി ആയിരിക്കാം. അങ്ങനെ ആ വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു. അദ്ദേഹത്തിനോട് നിർത്തിപ്പോയി, ഇനി വരല്ലേ, എന്ത് നാണം കെട്ട പരിപാടിക്ക് ഇനി വന്ന് തലവെക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ താരം ഒരിക്കലും മാറിയില്ല. അവതാരകനായിട്ട് ബിഗ് ബോസ് സീസൺ 7 വരെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും അവതാരകൻ. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അത് അടിപൊളിയാണ്. അതിൽ നിന്ന് മറ്റുള്ളവരുടെ പല അഭിപ്രായങ്ങൾ വന്നാലും അതിൽ നിന്ന് വ്യതിചലിക്കാതെ പോയതിന് കൊടുക്കേണ്ട ഒരു സല്യൂട്ട്, അത് സല്യൂട്ട് തന്നെയാണ്. അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത് പുള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോഴും. ജോൺ ഡിമോൾ ജൂനിയർ സൃഷ്ടിച്ച ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതാണ് കേട്ടോ ഈ ബിഗ് ബോസ്. അതൊന്ന് മനസ്സിലാക്കണം. അല്ലാതെ ബിഗ് ബോസ് ഒറ്റയടിക്ക് പെട്ടെന്ന് പൊന്തി വന്നതൊന്നുമല്ല, അത് മനസ്സിലാക്കേണ്ടതാണ്. ജോൺ ഓർവെല്ലിന്റെ നോവലുണ്ട്, ഒരു നോവലുണ്ട് 1984 എന്ന് പറഞ്ഞ നോവലുണ്ട്. ആ നോവലിൽ കൃത്യമായിട്ട് ഈ ബിഗ് ബോസിൽ പോലെ തന്നെയുള്ള കഥാപശ്ചാത്തലം കടന്നു വരുന്നുണ്ട്. ആ നോവൽ വായിച്ചിട്ടും കണ്ടിട്ടാണ് ബിഗ് ബോസിനെ എല്ലാവരും ഇങ്ങനെ രൂപപ്പെടുത്തി വിദേശ നാടുകളിൽ പോലും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അത് ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു പുൽത്തകരയല്ല ബിഗ് ബോസ്. ഇപ്പൊ ഏതൊക്കെ ഭാഷയിലാണ് ബിഗ് ബോസ്? ഒരുപാട് ഭാഷകളിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദി, മറാത്തി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ ഒരുപാട് ഭാഷകളിലൂടെ അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഈ ബിഗ് ബോസ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ബിഗ് ബോസിന്റെ ശബ്ദം ഇങ്ങനെയൊക്കെ അല്ലേ ഏകദേശം. നിങ്ങൾ കൺസെഷൻ റൂമിലേക്ക് വരിക, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ആ രീതിയല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. ഇനി ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമായിരിക്കും. എൻ്റെ ശബ്ദമായിട്ട് അങ്ങനെ മാച്ച് വരണമെന്നില്ല. ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 2018 നമ്മുടെ മലയാളത്തിൽ വന്നപ്പോൾ അതിൽ വിജയ് ആരാന്നറിയാമോ? സാബു മോനാണ്. നമ്മുടെ തരികിട സാബു ആണ് അതിൽ വിജയിച്ചത്. സാബു മോൻ വിജയിച്ചു. 1 കോടി രൂപയായിരുന്നു അന്ന് പ്രൈസ് ആയിട്ട് കൊടുത്തത്, ബിഗ് ബോസ് കൊടുത്തത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് പേളി മാണിക്കാണ്. പേളി മാണി. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 2 അവതരിപ്പിക്കപ്പെട്ടത് 2020
ആ വർഷം ആർക്കും സമ്മാനം ഒന്നും കൊടുത്തില്ല, വിന്നറും ഉണ്ടായില്ല. കാരണം കോവിഡ് ആയിരുന്നു ആ കൊല്ലത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. നമുക്ക് സൂചിപ്പിച്ച് തന്നെ എടുത്തു വെക്കേണ്ടതാണ്. കാരണം കോവിഡ് മൂലം നല്ലതുപോലെ കഷ്ടപ്പെടുകയായിരുന്നു ജനങ്ങൾ. അപ്പൊ ഇത്രയും വലിയ പരിപാടിയൊക്കെ നടത്തുന്നത് വളരെ ബോറായിട്ടുള്ള ഒരു നടപടിയല്ല. അപ്പൊ അത് കാരണം അത് മാറ്റിവെച്ചു. പക്ഷെ ആ സീസണിൽ അത് ബിഗ് ബോസ് സീസൺ 2 നല്ലതുപോലെ സ്കോർ ചെയ്തു പോയത് രജത് കുമാർ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ്. അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ആര്യ നന്നായിട്ട് കളിച്ചു വന്നതാണ്. പക്ഷെ ഒക്കെ തകിടം മറിഞ്ഞു, ചടപട എന്നാണ് മറിഞ്ഞത്. പിന്നീട് ബിഗ് ബോസ് സീസൺ 3 വന്നപ്പോൾ അതിൽ വിന്നറായി മാറിയത് മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ തുടക്കം മുതൽ ഒടുക്കം വരെ പുള്ളിക്കാരൻ ഇത്തിരി ജനപ്രിയനായിട്ട് തന്നെ നിലനിൽക്കായിരുന്നു. പാട്ടും ഡാൻസും ആട്ടവും കൂത്തൊക്കെ ആയിട്ട് അദ്ദേഹം തന്നെ ഇത് മേടിച്ചുകൊണ്ട് പോകുള്ളൂ തോന്നിയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഒരു തണുപ്പം കളി പോലെയാണ് എനിക്ക് തോന്നിയിട്ടാ ആ സീസണിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് സായ് വിഷ്ണുവിനായിരുന്നു സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. പിന്നീട് ബിഗ് ബോസ് സീസൺ 4 കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു താരത്തിനെ എല്ലാവരും കണ്ടു. റോബിൻ എന്ന് പറഞ്ഞൊരു താരം ഒറ്റയ്ക്ക് വന്ന് കളിച്ച് ഗെയിമൊക്കെ തൻ്റെ കീശയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു റോബിൻ്റേത്. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. റോബിൻ ഔട്ടായി പുറത്തേക്ക് പോയി. ഒടുവിലായിട്ട് ദിൽഷ തന്നെ വിജയിച്ചു. അതും റോബിന്റെ വോട്ടുകൾ കൊണ്ടാണ് ദിൽഷ വിജയിച്ചതെന്നും കൂടി ഒരു ഇതിന്റെ ഇടയിൽ ഒരു കിംവദന്തി ആയിരിക്കാം, അല്ലാതെ ആയിരിക്കാം, ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ ഉണ്ട്. എന്തായാലും ദിൽഷ പ്രസന്നൻ വിന്നറായി മാറി ബിഗ് ബോസ് സീസൺ 4. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ബ്ലെസ്ലിക്കായിരുന്നു. ബ്ലെസ്ലി നല്ലതുപോലെ കളിച്ചാണ് വന്നത്. ബ്ലെസ്ലിയും ഇതേപോലെ മറ്റുള്ളവരുടെ വാഗ്വാദങ്ങളിൽ വീഴാതെ മുന്നോട്ട് പോയൊരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു. ബിഗ് ബോസ് സീസൺ 5 കാര്യം എടുത്തു കഴിഞ്ഞാൽ 5 മൊത്തമായിട്ടും ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലാക്കിയത് അഖിൽമാരാർ തന്നെയാണെങ്കിലും നല്ലതുപോലെ ശോഭ അതിൽ കളിച്ചിരുന്നു. അഖിൽമാരാർ ഈ ശോഭേനെ മുൻനിർത്തി കളിച്ച് വിജയിച്ച് വന്നതാണെന്നും കൂടി ഒരു വിമർശനം കേട്ടിരുന്നു ആ സീസണിൽ തന്നെ. അഖിൽമാരാർ ഫസ്റ്റ് അടിച്ചപ്പോൾ 1ാം സ്ഥാനത്ത് നിലനിന്നപ്പോൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് റെനീഷയായിരുന്നു സെക്കൻഡ് പ്രൈസ് വാങ്ങിക്കൊണ്ടുപോയത്. പിന്നീട് ബിഗ് ബോസിന്റെ കാര്യമൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതാണ്. കൂടുതലും ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങി വന്നു. അതായത് 5 സീസൺ കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് എന്താണെന്ന് ഒട്ടുമിക്ക ഗ്രാമങ്ങളിൽ പോലും എത്തിപ്പെടുന്ന തരത്തിലായി ബിഗ് ബോസിന്റെ വളർച്ച. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 കടന്നു വന്നപ്പോൾ 6ാം സീസണിൽ വിജയിച്ചത് ജിൻഡോയാണ്. ബോഡി ബിൽഡർ ആയിട്ട് കടന്നു വന്ന ജിൻഡോ അവിടെ നിന്ന് ഫസ്റ്റ് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് ചായയുടെ പേര് പറഞ്ഞൊരു അടിയാണ്. ഈ ഇതാരും ഈ ചായ ഉണ്ടാക്കിയാരാ, ഇതാരും ചായ ഉണ്ടാക്കാൻ അറിയാം, നമ്മൾ ഈ ചായ ഉണ്ടാക്കരുത്. സത്യത്തിൽ അതൊക്കെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു. കാരണം അങ്ങനെ ഒരു അടി ഉണ്ടാക്കുകയും ഒരു പ്രശ്നം ഉണ്ടാക്കി അതിന്റെ ഇടയിൽ സംസാരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വരിക എന്നൊരു ഉദ്ദേശമായിരുന്നു അദ്ദേഹം അവിടെ വെച്ച തന്ത്രം തന്നെ. അങ്ങനെ ജിൻഡോ വിജയിച്ചു 6. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് അർജുനായിരുന്നു. ഇപ്പോഴിതാ 7ന്റെ പണി എന്ന് പറഞ്ഞ് 7ാം സീസൺ കടന്നു വന്നിരിക്കുകയാണ്. സീസണിൽ ഒരുപാട് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ തർക്കവും വഴക്കും ബഹളവും ഒച്ചപ്പാടും കരച്ചിലും പിഴിച്ചിലും ആക്ടിങ്ങും അഭിനയവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു ഓളവും ഒച്ചപ്പാടിന്റെ ഒരു എന്താ പറയണ അതിലേക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ ഒരു ആകാംക്ഷയും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു തണുപ്പം മട്ടിപ്പോയി ആരും കാണില്ല. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോ നിലനിന്നിട്ടുള്ള താരങ്ങൾ, അതായത് നിലനിൽക്കാൻ സാധ്യതയുള്ള താരങ്ങളെ നമുക്ക് ഇപ്പൊ അത് ഗണിക്കാൻ പറ്റില്ല. ഇനി വരും ദിവസങ്ങളിൽ ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം തീരുമാനത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസ് സീസൺ 7. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ബിഗ് ബോസ് സീസൺ 7 കടന്നു വന്നപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് എല്ലാവരും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കേട്ടോ. ഒട്ടുമിക്കവരും ഇപ്പൊ പുരുഷന്മാരായിരിക്കും, അങ്ങനെ എല്ലാവരും കാണുന്നൊന്നുമില്ല. കൂടുതലും സ്ത്രീകളാണ് ബിഗ് ബോസ് ഇങ്ങനെ കൃത്യമായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞ ബിഗ് ബോസിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തേജനകമായി അവർ അവസാനിപ്പിച്ച് നിർത്തുന്ന രീതിയാണ്. അതായത് നമ്മളൊരു നോവൽ വായിച്ചിട്ട് ഇനി എന്ത് ചെയ്യും, നാളെ എന്തായിരിക്കും സംഭവിക്കുക, ആ രീതിയിലാണ് നിർത്തുന്നത്. അങ്ങനെ നിർത്തുമ്പോൾ കൂടുതലും വീട്ടമ്മമാരൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കും. ഇനി എന്തായിരിക്കും, ആ പെൺകുട്ടിയെ പുറത്താക്കുമോ ഇല്ലയോ, അയാൾ ഇനി കടന്നു വരുമോ, ഇവിടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനായിട്ട് ഒരാൾ വരുമോ, ലാലേട്ടൻ വന്നാൽ ഇവരെ പുറത്താക്കുമോ, ലാലേട്ടൻ ഈ അവർ ചെയ്ത തെണ്ടിത്തരത്തിന് മറുപടി ലാലേട്ടന്റെ വായിൽ നിന്ന് ചുട്ട മറുപടി കിട്ടുമോ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കൂടുതലും വീട്ടമ്മമാരാണ് ബിഗ് ബോസ് കാണുന്നതിൽ കൂടുതലും. അത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ സെക്കൻഡ് സീസണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, രജത് കുമാറിന് നല്ലതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് ഒരുപാട് ജനങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിട്ട്, പിന്നെ അദ്ദേഹത്തിന് ഏഷ്യനെറ്റ് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് കുറെ TV ഒക്കെ തല്ലിപ്പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ആയിടക്കൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പൊ അത്രയേറെ ഓളം ഉണ്ടാക്കിയ ഒരു ഷോയാണ് ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസിനെ
ഇഷ്ടപ്പെടുന്നവർ, അതായത് നെഞ്ചത്ത് ഇങ്ങനെ വെച്ച് ഒരു പൂച്ചെണ്ട് വെച്ചുകൊണ്ട് നടക്കും പോലെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് നിരവധി ഉണ്ടാകും. പക്ഷെ അത് കൂടുതലും സ്ത്രീകളായിരിക്കും എന്നൊരു കണക്ക് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അത് എൻ്റെ ഒരു തോന്നലാണ്. അപ്പൊ എന്താണ് ബിഗ് ബോസിനെ കുറിച്ചും ബിഗ് ബോസ് കഴിഞ്ഞുപോയ സീസണുകളെ കുറിച്ചും ബിഗ് ബോസിന്റെ ഇനി വരാൻ കിടക്കുന്ന കാഴ്ചകളെ കുറിച്ചും എന്താണ് ഇതിൽ മാറ്റങ്ങൾ വേണ്ടതെന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കൂ പ്രിയപ്പെട്ടവരെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.